മായ. മായയുടെ സ്വഭാവം ഏതു പ്രകാരമെന്നറിയാമോ? അത് വെള്ളത്തിലെ പായൽ പോലെയാണ്. പായൽ നീക്കുമ്പോൾ അത് മാറിപ്പോകുന്നു. എന്നാൽ സ്വല്പസമയം കൊണ്ട് അത് വീണ്ടും പഴയ വിധത്തിൽ വരുന്നു. വിചാരം ചെയ്യുകയും സാധുസംഗം ലഭിക്കുകയും ചെയ്യുമ്പോൾ മായ മാറിപ്പോകുന്നു. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ വിഷയവാസന വീണ്ടും ഉണ്ടാകുന്നു. സർപ്പത്തിൻ്റെ വായിൽ വിഷമുണ്ട്. അത് ഭക്ഷിക്കുമ്പോൾ ആ വിഷം അതിനെ ബാധിക്കുന്നില്ല. അന്യനെ കടിച്ചാൽ വിഷം അയാളെ ബാധിക്കുന്നു. അതുപോലെ ഭഗവാനിൽ മായയുണ്ടെന്നിരിക്കലും അത് ഭഗവാനെ മോഹിപ്പിക്കുന്നില്ല. മറ്റുള്ളവർ ആ മായയാൽ മോഹിക്കുന്നുണ്ട് താനും. എന്തിനെയാണ് മായ എന്ന് പറയുന്നത്? അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, ഭാര്യ, പുത്രൻ, ഭാഗിനേയൻ തുടങ്ങിയുള്ള ബന്ധുക്കളോടുള്ള സ്നേഹത്തിനെയാണ് മായ എന്ന് പറയുന്നത്. എല്ലാവരിലും എൻ്റെ ഹരി, ഈശ്വരൻ ഇരിക്കുന്നുണ്ടെന്നറിഞ്ഞ് എല്ലാവരെയും തുല്യമായി സ്നേഹിക്കുന്നതിനെ ദയ എന്ന് പറയുന്നു. ഭൂതാവേശമുള്ള ഒരുവൻ തന്നെ ഭൂതം ആവേശിച്ചിരിക്കുന്നു എന്നറിയുന്നതായാൽ ഉടൻ തന്നെ ഭൂതം അവനെ വിട്ടോടിപ്പോകുന്നു. അതുപോലെ തന്നെ മായാമോഹിതനായ ജീവൻ തന്നെ മായ മോഹിപ്പിച്ചിരിക്കുന്നു എന്ന് ഒരിക്കൽ ശരിയായി അറിയുന്നതായാൽ ഉടൻ തന്നെ മായ അവനിൽ നിന്ന് ഓടിപ്പോകുന്നു. ജീവാത്മാവിനും പരമാത്മാവിനും മധ്യേ മായയാകുന്ന ഒരു മറയുണ്ട്. ഈ മായാമറ നീങ്ങാതെ പരസ്പരം കാണുകയില്ല. ഏതുപോലെ എന്നാൽ ശ്രീരാമൻ മുമ്പിൽ, മധ്യത്തിൽ സീതാദേവി, പിന്നാലെ ലക്ഷ്മണൻ, ഇവരെ പോലെ. ഇവിടെ രാമൻ പരമാത്മാവും ലക്ഷ്മണൻ ജീവാത്മാവുമാകുന്നു. ഇവരുടെ മധ്യത്തിൽ ജാനകിയാകുന്ന മായ മറവായും ഇരിക്കുന്നു. ജാനകീദേവി മധ്യത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ലക്ഷ്മണന് രാമനെ കാണാൻ കഴിയുകയില്ല. ജാനകീദേവി അല്പം മാറി കർമ്മപാശം ഛേദിക്കപ്പെട്ടാൽ ഉടൻ ലക്ഷ്മണൻ രാമനെ കാണുന്നു. മായ രണ്ട് പ്രകാരമാകുന്നു: വിദ്യാമായയും അവിദ്യാമായയും. അവയിൽ വിദ്യാമായ രണ്ട് പ്രകാരം: വിവേകവും വൈരാഗ്യവും. ഈ വിദ്യാമായയെ ആശ്രയിച്ച് ജീവൻ ഈശ്വരനെ ശരണം പ്രാപിക്കുന്നു. അവിദ്യാമായ 6 വിധമുണ്ട്: കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം. അവിദ്യാമായ ഞാനെന്നും എൻ്റെ എന്നും ഉള്ള വിചാരത്താൽ മനുഷ്യനെ ബന്ധിക്കുന്നു. എന്നാൽ വിദ്യാമായയുടെ പ്രകാശത്താൽ ജീവൻ്റെ അവിദ്യ തീരെ നശിച്ചു പോകുന്നു. ചലിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ സൂര്യചന്ദ്രന്മാരുടെ പ്രതിബിംബങ്ങൾ ശരിയായി കാണുകയില്ല. അതുപോലെ മായ, അതായത് ഞാനെന്നും എൻ്റേതെന്നുമുള്ള ബോധം പോകുന്നത് വരെ ആത്മാവിൻ്റെ സാക്ഷാത്കാരം, ദർശനം ശരിയായി ലഭിക്കുന്നതല്ല. സൂര്യൻ ലോകത്തെ പ്രകാശിപ്പിക്കുന്നു. എന്നാൽ ഒരു ചെറിയ മേഘം വന്ന് മറച്ചാൽ സൂര്യൻ ദൃഷ്ടിക്ക് വിഷയമായി അനുഭവിക്കുന്നില്ല. അതുപോലെ സർവ്വവ്യാപിയും സർവസാക്ഷി സ്വരൂപവുമായ സച്ചിദാനന്ദത്തെ നമുക്ക് നിസ്സാരമായ മായാമറയാൽ കാണുവാൻ സാധിക്കുന്നില്ല. പായലുള്ള ഒരു കുളത്തിലിറങ്ങി അതിനെ നീക്കിയാൽ വീണ്ടും അത് വന്നു ചേരുന്നു. അതുപോലെ മായയെ നീക്കിയാൽ അത് വീണ്ടും വന്നു ചേരുന്നു. എന്നാൽ പായൽ നീക്കി മുള കൊണ്ട് തടുത്തു നിർത്തിയാൽ അതിന് വീണ്ടും വരുവാൻ കഴിയുന്നില്ല. അതുപോലെ മായയെ നീക്കി ജ്ഞാനം, ഭക്തി ഇവ കൊണ്ടുള്ള വേലിയെ സ്ഥാപിച്ചാൽ മായയ്ക്ക് അതിനുള്ളിൽ കടക്കുവാൻ സാധിക്കുന്നില്ല. സച്ചിദാനന്ദമെന്ന് മാത്രമേ പ്രകാശിക്കുകയുള്ളൂ. ദക്ഷിണേശ്വര ക്ഷേത്രത്തിലുള്ള നാഗസ്വരശാലയുടെ മാളികയിൽ ഒരു സന്യാസി കുറേ ദിവസം താമസിച്ചിരുന്നു. അദ്ദേഹം ആരോടും സംസാരിക്കാതെ എല്ലായ്പ്പോഴും ധ്യാനം ചെയ്തുകൊണ്ടാണ് ആ മുറിയിൽ ഇരുന്നിരുന്നത്. ഒരു ദിവസം പെട്ടെന്ന് മേഘം വന്ന് 4 ദിക്കിലും അന്ധകാരമാക്കി തീർത്തു. സ്വല്പം കഴിഞ്ഞപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. മേഘമെല്ലാം ദൂരെ പോയി. അത് കണ്ട് ആ സന്യാസി മുറിയിൽ നിന്നും പുറത്തു വന്ന് വരാന്തയിലിരുന്നു. വളരെ ചിരിക്കുകയും നൃത്തം ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. ഇത് കണ്ട് ശ്രീരാമകൃഷ്ണദേവൻ ഇപ്രകാരം ചോദിച്ചു: നിങ്ങൾ ഇതുവരെ മുറിയിൽ മിണ്ടാതിരുന്നുവല്ലോ, ഇനി എന്തുകൊണ്ടാണ് ഇത്ര സന്തോഷമായി നൃത്തം ചെയ്യുന്നത്? അതിന് ആ സന്യാസി ഇപ്രകാരം മറുപടി പറഞ്ഞു: സംസാരത്തിലെ മായ ഇതുപോലെയാണ്. ആദ്യമായി നിർമ്മലമായ ആകാശം പെട്ടെന്ന് മേഘം വന്ന് അന്ധകാരമയമാക്കി തീർക്കുന്നു. വീണ്ടും സ്വല്പം കഴിയുമ്പോൾ മുമ്പിൽ ഇരുന്ന് ഇതുപോലെ തന്നെ നിർമ്മലമായി. മുമ്പിൽ യാതൊന്നിരുന്നിരുന്നുവോ അതുതന്നെ വീണ്ടും ഇരിക്കുന്നു.